സ്വാതന്ത്ര്യദിനത്തിൽ ഭാരതത്തെ തള്ളി ബംഗ്ലാദേശ്. 1971 നടന്നത് ബംഗ്ലാദേശിന്റെ വിമോചന പോരാട്ടമെന്ന മുഹമ്മദ് യൂനിസിന്റെ ഉപദേശകർ. വിമോചന പോരാട്ടത്തിൽ ഭാരതം സഖ്യകക്ഷി മാത്രമെന്ന് ഇടക്കാല സർക്കാർ. ഭാരതത്തിന്റെ വിജയ് ദിവസ് ആഘോഷത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി പ്രസ്താവനകളും ഇറക്കി. ഗൗതം ആനന്ദനാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗൗതം, ഇന്നലെ വളരെ വിപുലമായി ഈ ആഘോഷം ഭാരതത്തിൽ നടന്നു. പക്ഷേ ഈ വിമോചനം നേടിക്കൊടുത്തവർക്ക് നേരെ ഇപ്പോൾ എന്താണ് ബംഗ്ലാദേശിൽ നിന്ന് ഉയരുന്നത്? വീണ, വലിയ നന്ദികേടിന്റെ സ്വരമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും ഉയരുന്നത്. കഴിഞ്ഞ ദിവസം വിജയ് ദിവസ് വളരെ വിപുലമായി രാഷ്ട്രം ആദരിച്ചു. ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ രൂപപ്പെടുത്താൻ വേണ്ടി ഭാരതത്തിന്റെ സൈനികർ നടത്തിയ വീരോചിതമായ പോരാട്ടത്തിന്റെ ഓർമ്മ ദിനമായിട്ടാണ് ഡിസംബർ 16 വിജയ് ദിവസമായി ആദരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശിലെ അധികാരത്തിലിരിക്കുന്ന മുഹമ്മദ് യൂനിസിന്റെ സർക്കാർ, ആ സർക്കാരിൽ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നവർ തന്നെ ഫേസ്ബുക്കിലൂടെ ഭാരതം വിജയ് ദിവസ് ആചരിക്കുന്നതിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരിക്കുകയാണ്. ബംഗ്ലാദേശ് വിമോചന പോരാട്ടമാണ്, അല്ലാതെ അതിൽ ഭാരതത്തിന് ഒരു പങ്കുമില്ല. ഭാരതം ആ പോരാട്ടത്തിൽ കേവലം ഒരു സഖ്യകക്ഷി മാത്രമാണ് എന്നാണ് ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി നേതാക്കളും അതോടൊപ്പം തന്നെ മുഹമ്മദ് യൂനിസിന്റെ ഉപദേശകരായിട്ടുള്ള പല ആളുകളും അവരുടെ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ എഴുതിയിരിക്കുന്നത്. അതിനാൽ ഭാരതം ഈ വിജയ് ദിവസ് ആചരിച്ചത് യഥാർത്ഥ ബംഗ്ലാദേശിലെ ഭരണ വിഭാഗത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട വിമർശനം. ഏതായാലും 1971 യുദ്ധത്തിന്റെ ചരിത്രം മുഴുവൻ സമൂഹത്തിനും അറിയാവുന്നതാണ്. ഭാരതത്തിന് ഏതാണ്ട് 3800 സൈനികരെയാണ് ഈ ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ രൂപപ്പെടുത്താൻ പാകിസ്ഥാനുമായി നടത്തിയ യുദ്ധത്തിനിടയിൽ നഷ്ടപ്പെട്ടത്. അങ്ങനെ ഭാരതത്തിന്റെ സൈന്യം നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിന്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് എന്ന രാജ്യം. എന്നാൽ അതിനെ മറന്നുകൊണ്ട്, അതിനെ വിസ്മരിച്ചുകൊണ്ടുള്ള വലിയ നീക്കമാണ് ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ, അതേസമയം ഇതിനുള്ള പ്രതികരണങ്ങൾ ഉയരുന്നുണ്ടോ ഗൗതം? കാരണം ഇത് ഈ ഡിസംബർ 16 ഇങ്ങനെ വിജയ് ദിവസമായി ആഘോഷിച്ചു വരുന്നത് ഈ 1971 ശേഷമാണ്. ഇത് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയും അതിൽ വലിയ ആഹ്ലാദങ്ങൾ അന്ന് തന്നെ നടന്നിരുന്നതാണ്. ഇപ്പോൾ ഈ ഓരോ വർഷവും ഇതിങ്ങനെ നടന്നു വരുമ്പോൾ, പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രശ്നങ്ങളും ഹിന്ദുവേട്ടയും ഒക്കെ നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ വരുന്ന പ്രസ്താവനകളെ നമ്മൾ വിലയിരുത്തേണ്ടത്. വീണ, ബംഗ്ലാദേശിലെ സാധാരണ ജനങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു മനോഭാവം ഉണ്ടാകണമെന്നില്ല. കാരണം ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ്. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഒരിക്കൽ പോലും ഭാരതത്തെ തള്ളി പറഞ്ഞിട്ടില്ല. ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളായ ഷെയ്ഖ് ഹസീന അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ നമുക്കറിയാം ഭാരതത്തോട് അനുകൂലമായ തീരുമാനങ്ങളാണ് പലപ്പോഴും ഷെയ്ഖ് ഹസീനയും അതോടൊപ്പം തന്നെ അവാമി ലീഗും കൈക്കൊണ്ടിട്ടുള്ളത്. എന്നാൽ അടുത്ത കാലത്ത് കലാപം നടത്തുകയും ആ കലാപത്തിലൂടെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്ത ജമാഅത്തെ ഇസ്ലാമി, അതോടൊപ്പം തന്നെ അതിന് സമാനമായ മറ്റ് ഭീകര സ്വഭാവമുള്ള സംഘടനകൾ, ഇത്തരം സംഘടനകളാണ് ഭാരത വിരുദ്ധമായ നിലപാടുകൾ തുടർച്ചയായി അവിടെ അടിച്ചേൽപ്പിക്കുന്നത്. അത് ഭാരത വിരുദ്ധം എന്നതിലുപരി മതേതര സ്വഭാവമുള്ള എല്ലാത്തിനെയും അവർ എതിർക്കുകയാണ്. ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കിയതിന്റെ അടിസ്ഥാനപരമായ കാരണം തന്നെ ഷെയ്ഖ് ഹസീനയ്ക്കൊരു അല്പമെങ്കിലും മതേതര സ്വഭാവം, തീവ്ര ഇസ്ലാമിക നിലപാട് ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, ബംഗ്ലാദേശിന്റെ ഭരണഘടനയിൽ അവാമി ലീഗ് എഴുതി ചേർത്ത ഈ മതേതരത്വം എന്ന വാക്ക് എടുത്തു കളയണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അവിടെ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്നത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാന് അദ്ദേഹത്തെ രാഷ്ട്രപിതാവായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം ഒഴിവാക്കണം എന്നതാണ് അവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുടെ ആവശ്യം. അപ്പോൾ ബംഗ്ലാദേശിനെ ഒരു തീവ്ര മതമൗലികവാദ രാജ്യമായി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒപ്പം മുഹമ്മദ് യൂനിസിന്റെ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിൽ നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനെ പ്രതിരോധിക്കുന്ന അയൽ രാജ്യമായ ഭാരതത്തെ എതിർക്കുന്നത് അത് സ്വാഭാവികമായും ഈ ഇസ്ലാമിക ഭീകരരിൽ നിന്നും രൂപപ്പെടുന്ന ഒന്നാണ്. ആ രീതിയിൽ വേണം ഇപ്പോഴത്തെ ഇത്തരം പ്രവർത്തികളെ, അതായത് ഈ 71 യുദ്ധത്തിൽ ഭാരതം വഹിച്ച പങ്കിനെ ഉൾപ്പെടെ തള്ളിക്കളയുന്നതിനെ നോക്കിക്കാണാൻ. ഗൗതം, ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇങ്ങനെ ചരിത്രത്തെ വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ വിസ്മരിക്കാനോ കഴിയുകയില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ കാണേണ്ടത്. ഈ ഒരു നയതന്ത്ര ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കുന്ന തരത്തിലേക്കല്ലേ ഈ പ്രസ്താവനകൾ പോകുന്നത്? വീണ, നയതന്ത്രപരമായുള്ള മികച്ച ബന്ധത്തെ ഇല്ലാതാക്കുവാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഇടക്കാല സർക്കാർ നടത്തുന്നത്. നിലവിൽ ഭാരതത്തിന്റെ വലിയ സഹായവും പിന്തുണയും ലഭിക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. 1971 രാജ്യം രൂപപ്പെടുത്തുവാൻ
ഭാരതം വഹിച്ച പങ്ക്, അതിനുശേഷം ഇപ്പോഴും വൈദ്യുതി ഉൾപ്പെടെയുള്ള സഹായം നമ്മൾ നൽകുന്നു. അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് ബംഗ്ലാദേശിന് വലിയ സഹായം ഭാരതം നൽകുന്നുണ്ട്. അതല്ലാതെ മറ്റ് ഈ പ്രകൃതി ദുരന്തം ഉൾപ്പെടെ സംഭവിക്കുന്ന ഘട്ടത്തിൽ ബംഗ്ലാദേശിനെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സഹായങ്ങളൊക്കെ കൃത്യമായി തന്നെ ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് കൈപ്പറ്റുകയും അതിനുശേഷം അവസരം കിട്ടുന്ന ഘട്ടത്തിൽ ഇന്ത്യയെ കൃത്യമായി തന്നെ എതിർക്കുവാനുള്ള അവസരങ്ങൾ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ശൈലി ബംഗ്ലാദേശ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ഇടക്കാല സർക്കാരിന്റെ അധികാരത്തിന് ശേഷം അവർ അധികാരത്തിലേറിയതിനു ശേഷം ഒന്നുകൂടി ഇടപെട്ടോട്ടെ. PS ശ്രീകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്, വിദേശകാര്യ വിദഗ്ധൻ കൂടിയായ അദ്ദേഹം പ്രതികരിക്കും. ശ്രീ PS ശ്രീകുമാർ, നയതന്ത്ര തലത്തിൽ ഇപ്പോൾ ഈ ഇടക്കാല സർക്കാർ സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾ വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇപ്പൊ അവിടെ ഈ ഇടക്കാല ഗവൺമെന്റിനെ നയിക്കുന്ന ശ്രീ യൂനസ്, അദ്ദേഹം പിന്നെ ഒരു വിധത്തിൽ നന്ദികേടാണ് ഈ പറയുന്നത്. 71 കാലഘട്ടത്തിലെ അവിടുത്തെ ജനങ്ങള് അവരാദ്യം തുടങ്ങി വെച്ച ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ഉറുദു. പാകിസ്ഥാനിലെ വെസ്റ്റേൺ പാകിസ്ഥാൻ ഉറുദു ഭാഷ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചപ്പം അത് അംഗീകരിക്കാൻ പറ്റത്തില്ല, ബംഗാളി ഭാഷയോട് അംഗീകരിക്കണം എന്ന് തുടങ്ങിയ പ്രക്ഷോഭമാണ്. അത് അടിച്ചമർത്താൻ പോയപ്പോഴത്തേക്കാണ് അവസാനം അത് വലിയൊരു ഒരു ഇൻഫൈറ്റിങ്ങിലേക്ക് വന്നത്. ആ സമയത്ത് പിന്നെ നമുക്ക് ഭാരതത്തിന് ഇടപെടേണ്ടി വന്നു. ഇടപെടാനുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ വ്യോമസേനയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു. ആ ഒരു സാഹചര്യത്തിലാണ് അത് യുദ്ധമായിട്ട് മാറിയത്. അങ്ങനെ കീഴടക്കി വന്ന് അതിനുവേണ്ടി നമ്മൾ ഒത്തേറെ ത്യാഗം ചെയ്തതാണ്. ആ സമയത്ത് അന്നത്തെ ഈസ്റ്റ് ബംഗാളിലെ ഇന്ന് ഏകദേശം 1 കോടിയോളം അഭയാർത്ഥികളാണ് ഇന്ത്യയിൽ വന്നത്. ഇന്ത്യയിൽ വന്ന് നമ്മളവിടെ എത്രയോ വർഷങ്ങൾ നമ്മൾ അവരെ തീറ്റിപ്പോറ്റിയാണ്. ഇപ്പൊ യൂനസ് കാണിക്കുന്നത് ഇതുപോലെ നന്ദികേട് വേറെ ആരും കാണിച്ചിട്ടില്ല. ഇപ്പൊ ഹസീനയെ സംബന്ധിച്ചിടത്തോളം അവര് പ്രധാനമന്ത്രിയായിരുന്ന സന്ദർഭത്തിലും അത് അവരുടെ അച്ഛൻ മുജീബ് റഹ്മാൻ സമയത്ത് അവരൊക്കെ എന്നും അച്ഛനോട് ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യയുടെ സംഭാവന. ബംഗ്ലാദേശായിട്ട് മാറുവാൻ, ഒരു പുതിയ രാജ്യമായിട്ട് മാറുവാൻ ഇന്ത്യ എന്തുമാത്രം ത്യാഗം സഹിച്ചു. സൈനികമായി മാത്രമല്ല, സാമ്പത്തികമായിട്ടൊക്കെ നമ്മുടെ ആൾക്കാർ ഒട്ടേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് പ്രത്യേക ഒരു പിന്നെ റിലീഫ് കളക്ഷൻ വരെ ഉണ്ടായിരുന്നു. സ്റ്റാമ്പ് ഇഷ്യൂ ചെയ്ത് അതിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യയിലെ ജനങ്ങള് ബംഗ്ലാദേശിലെ ആൾക്കാരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി കൊടുത്തത്. അതൊക്കെ മറന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് തീർച്ചയായും തെറ്റായ ഒരു പ്രവണതയാണ്. അവിടുത്തെ മറ്റ് രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ച് ഇപ്പം അവാമി ലീഗ് ഇപ്പം അവര് പുറത്താക്കിയിരിക്കുകയാണ്. എങ്കിലും അവരാരും ഇത് അംഗീകരിക്കും തോന്നുന്നില്ല. പിന്നെ ഒരു മിലിറ്റന്റ് ആയിട്ടുള്ള വിഭാഗമുണ്ട്, ചില മതതീവ്രവാദികൾ. അവരാണ് യൂനസ് സർക്കാരിന് കൊടുക്കുന്ന സപ്പോർട്ട്. അവരുടെ സപ്പോർട്ടോടുകൂടിയാണ് അദ്ദേഹം ഈ പറയുന്നത്. അതിൽ നിന്നും അദ്ദേഹം അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ആ യഥാർത്ഥ സംഭവങ്ങൾ, ഇന്ത്യ സഹായിച്ച കാര്യങ്ങൾ അത് അംഗീകരിക്കാൻ ഇനിയെങ്കിലും തയ്യാറാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇപ്പൊ കാണിക്കുന്ന വളരെ തെറ്റ് തന്നെയാണ്. അദ്ദേഹം അത് മനസ്സിലാക്കണം, റിയലൈസ് ചെയ്യണം. ആ തെറ്റ് തിരുത്തുവാനുള്ള ഇതാണ് വേണ്ട അവരുടെ ഭാഗത്തുണ്ടാകേണ്ടത്. ഈ 71-ൽ 10,000-ത്തിലധികം പോരാളികളെ ബലി കൊടുത്തുകൊണ്ട് നേടിക്കൊടുത്ത സ്വാതന്ത്ര്യമാണ് അത്. പക്ഷേ ഇപ്പോൾ അട്ടിമറിക്കപ്പെടുന്നൊരു സാഹചര്യമല്ലേ ഇതിലേക്ക് നയിക്കുന്നത് ശ്രീ PS ശ്രീകുമാർ? കാരണം ഇത്തരം നിലപാടുകൾ കൂടി ആ ഇടക്കാല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോഴത്തെ യൂനസും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന കാലം അത് മാത്രമല്ല, മത തീവ്രവാദികളുടെ ഒരു കൈപ്പിടിയിലാണ് അദ്ദേഹം പിന്നെ ഭരണം തുടരുന്നത്. അദ്ദേഹം നേരത്തെ 1-2 മാസത്തേക്ക് ഉള്ളെന്ന് പറഞ്ഞാണ് ഇന്ററിം സർക്കാർ തന്നെ വന്നത്. ഇപ്പൊ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അടുത്ത 1 വർഷത്തിനുള്ളിൽ ഇലക്ഷൻ നടത്താൻ പറ്റുമെന്നുള്ള. അടുത്ത ഡിസംബർ അവസാനം അല്ലെങ്കിൽ 2026 ജനുവരി ആ സമയങ്ങളിൽ അന്തരീക്ഷം ഫലപ്രദമാകുകയാണെങ്കിൽ അപ്പോൾ ഇലക്ഷൻ നടത്താനുള്ള രീതിയാണ്. അപ്പം ഇതിന് മനസ്സിലാക്കുന്ന അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം അവഗണിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഭരണം തുടരാൻ അവിടുത്തെ മത തീവ്രവാദികളുടെ നേതൃത്വത്തിലും ആ ഭരണം തുടരാനുള്ള ഒരു തയ്യാറെടുപ്പാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റിയേ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പിന്നെ സൈനികർ എന്തുമാത്രം പേര് ത്യാഗം സഹിച്ചാണ് ഇന്ത്യയിലെ ബംഗ്ലാദേശിന്റെ വിമോചനത്തിനായിട്ട്. അതൊക്കെ അംഗീകരിക്കേണ്ടതല്ലേ? ഇത്രയും നാൾ അംഗീകരിച്ചിരുന്നതാണ്. വളരെ നന്ദി ശ്രീ PS ശ്രീകുമാർ. ഇതിൽ ഒരാശങ്കയായി മാറുകയാണ് ഭാരതത്തെ ഇങ്ങനെ ബംഗ്ലാദേശ് ഈ ഘട്ടത്തിൽ തള്ളിപ്പറയുമ്പോൾ. ഒരു ഭാരതം ഈ വിമോചന സമരത്തിൽ ഒരു സഖ്യകക്ഷി മാത്രമാണ് എന്നാണ് ഇപ്പോൾ തീർത്തും നന്ദികെട്ട ഒരു പ്രസ്താവന ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്, ഇടക്കാല സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.